അഡ്വക്കേറ്റ് ജെ.ആർ. പത്മകുമാർ, കെ സുരേന്ദ്രൻ പറഞ്ഞതിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് അഡ്വക്കേറ്റ് പി.എം. നിയാസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ കാസർഗോഡ് DCCയിൽ ഉണ്ടായ പടലപ്പിണക്കങ്ങൾ നമുക്കറിയാം. മുൻ ഭാരവാഹികൾ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം പോലും അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഒരുപക്ഷെ കെ സുരേന്ദ്രൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്? നമ്മുടെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരും CPM-ഉമായിട്ടുള്ള ഒരു അന്തർധാര ഈ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമാണല്ലോ. പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള ഒരു കാര്യമാണല്ലോ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ ഇതിൽ 13ാം പ്രതി ബാലകൃഷ്ണനെ വെറുതെ വിട്ടവരുടെ കൂട്ടത്തിൽ ബാലകൃഷ്ണൻ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നത്. ആ ബാലകൃഷ്ണൻ്റെ വീട്ടിലെ കല്യാണത്തിനാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോൾ നിയാസ് പറഞ്ഞ അന്വേഷണം നടത്തിയിട്ടുള്ള ആ കേസിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പോയിട്ടുള്ളത്. അപ്പം മണ്ഡലം പ്രസിഡന്റ് പോയത് ഇപ്പോൾ കേസിൽ വെറുതെ വിട്ട പ്രതിയുടെ വീട്ടിലെ ചടങ്ങിനാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരും CPM നേതാക്കന്മാരും തമ്മിലുള്ള ഒരു അന്തർധാര എല്ലാവർക്കും വ്യക്തമാണല്ലോ. അതാണല്ലോ പിന്നീട് കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടായതും കുറച്ച് ശിക്ഷിക്കണം അല്ലെങ്കിൽ CPM-നെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗമോടുള്ള അവർ ശക്തമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കേണ്ടിയും ചെയ്തിട്ടുണ്ട്. നടപടി സ്വീകരിച്ചിട്ട് ഫലം എന്തായി? ഇപ്പോൾ 13ാം പ്രതി ഉൾപ്പെടെയുള്ള ചില ആളുകൾ അവർ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. ഏതൊക്കെ രീതിയിലാണ് തെളിവ് കൊടുത്ത സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതികൾക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ജഡ്ജ്മെൻറ്റ് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അറിയാം. സാക്ഷികളുടെ തെളിവ് കൊടുത്തതിലുള്ള കുഴപ്പമാണോ അല്ലെങ്കിൽ ഹോസ്റ്റലായതായിട്ടുള്ളതാണോ എന്നുള്ള കാര്യം എന്തായാലും നമുക്കിപ്പോൾ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ അറിയാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിൽ ഉണ്ടായിട്ടുള്ള നമുക്കറിയാം, കേരളത്തിൽ UDF-ഉം LDF-ഉം മാറി മാറി അധികാരം കൈയാളിയിട്ടുള്ളതും ഈ പ്രോസിക്യൂഷൻ ഇവർ മാറി മാറി കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, മലബാർ മേഖലകളിൽ കോൺഗ്രസിൻ്റെ ആളുകൾ ഇരയായിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള കേസുകൾ ഒരെണ്ണത്തിലെങ്കിലും ശക്തമായ രീതിയിൽ അവരെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ CPM പ്രതിയായിട്ടുള്ള കേസുകളിൽ ഈ ഒരു കേസ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള കേസുകളൊന്നും പരിശോധിച്ച് നോക്കിയാൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും പ്രോസിക്യൂഷൻ്റെ പരാജയം അല്ലെങ്കിൽ ഒത്തുകളിയുടെ അടിസ്ഥാനത്തിൽ CPM ഈ കോൺഗ്രസിൻ്റെ ഇരകൾക്ക് നീതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ കണക്കിൽ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. എപ്പോഴും CPM അവരുടെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായി പ്രതികരിക്കാൻ ഇവർ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കാര്യം കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം അവരാണ് മാറി മാറി ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ളത്. BJPക്ക് അങ്ങനെ ഒരു അവസരം കേരളത്തിൽ കിട്ടിയിട്ടില്ല. സുഖൈ വാദം തന്നെ എടുത്ത് പരിശോധിച്ചു. 96 ലക്ഷം രൂപയാണ് ആ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് CPM ചിലവാക്കിയിട്ടുള്ളത്. അതും CBIയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നിലപാട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ എത്ര അരിയൽ സുക്കൂർ കേസ്, ഞാൻ ഈ കോൺഗ്രസിൻ്റെ മാത്രമല്ല UDF-ൻ്റെ കാര്യങ്ങൾ പറയാം. അരിയൽ സുക്കൂർ കേസ്, TP ചന്ദ്രശേഖരൻ കേസിൽ പ്രോസിക്യൂഷന് കൈകാര്യം ചെയ്യാൻ അവകാശം കിട്ടിയിട്ടുള്ളത് UDF-നാണ്. എന്നിട്ട് അതിൻ്റെ അന്വേഷണം നമുക്കറിയാമല്ലോ, പകൽ പോലെ വെളിച്ചമല്ലേ. ഒരു ഘട്ടത്തിൽ പ്രതികളിലേക്ക് നേതാക്കന്മാരിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കേസ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു. നേരത്തെ പണ്ഡ്യാല ഷാജി അദ്ദേഹം സൂചിപ്പിച്ച കാര്യം, നമ്മുടെ യുവമോർച്ച നേതാവിനെ കൊന്ന കേസ്, അതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് കോടതി പറഞ്ഞു. അത് പ്രോസിക്യൂഷൻ കേസ് അട്ടിമറിച്ചത് വളരെ വ്യക്തമാണ്, പച്ചവെള്ളം പോലെ വ്യക്തമാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ UDF ആണ് ഭരണത്തിൽ ഇരുന്നിട്ടുള്ളത്. ആ സമയത്ത് എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? കേരളത്തിലെ പൊതുവായി നമ്മൾ CPM അല്ലെങ്കിൽ CPM സഹയാത്രിക പ്രതിയായി വരുന്ന കേസുകളിലൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ, പരുമല കേസിനെ സംബന്ധിച്ച് കോടതി പറഞ്ഞത് എന്താ? ആ രക്ഷകർത്താക്കളോട് പറഞ്ഞത് അവരോടൊപ്പം കണ്ണീർ വാർക്കാൻ
ഉള്ള ഒരു അവസരമേ എനിക്കുള്ളൂ, അല്ലാതെ എനിക്കിത് നീ നടപ്പിലാക്കാൻ കഴിയുന്നില്ല, കാരണം പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, ഈ ഇരകൾക്ക് നീതി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ഈ നിയമത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കാനേ കഴിയുള്ളൂ, അതുകൊണ്ട് അതന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കണം, നിങ്ങളോടൊപ്പം ചേർന്ന് കണ്ണീർ പൊഴിക്കാനേ എനിക്കും കഴിയുന്നുള്ളൂ എന്ന് നിസ്സഹായ അവസ്ഥ കോടതി അതിൽ വെളിപ്പെടുത്തിയതാണ്. പക്ഷേ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസ് ശക്തമായി നിലപാട് സ്വീകരിക്കണം. നിങ്ങളുടെ ഈ ഒത്തുകളി രാഷ്ട്രീയം, അന്ധമായ BJP വിരോധത്തിൻ്റെ പേരിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സഖ്യകക്ഷിയായി ഇരുന്നു കൊണ്ട് സ്വന്തം അണികളെ ബലി കൊടുത്താലും BJP പരാജയപ്പെടുത്തണം എന്നുള്ളൊരു നിലപാട് മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകാതെ ഇക്കാര്യത്തിൽ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരാൻ തയ്യാറാകണം. അല്ലാതെ ഒരു പത്രപ്രസ്താവന കൊണ്ടോ ഞങ്ങൾ അപ്പീൽ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.